എത്രയായി? 70. നമസ്കാരം. നമസ്കാരം. അനന്തനല്ലേ? അതെ, ഞാൻ വിളിച്ചിരുന്നു. ഓ, മാധവൻ സാറിൻ്റെ മകൻ. അതെ. വരൂ, ഇരിക്കൂ. വൈഫിന് ഗ്രീൻ കാർഡ് കിട്ടിയല്ലേ? അതെ. അപ്പോൾ പറക്കട ഉടനെ ഉണ്ടാവുമല്ലോ. ഹലോ രഞ്ജിനി, നമ്മുടെ മാധവൻ സാറിനെ ഗാർഡനിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. അദ്ദേഹത്തിൻ്റെ മകൻ കാണാൻ വന്നിട്ടുണ്ട്. എന്നാ ശരി, ഗാർഡനിലേക്ക് ചെന്നോളൂ. ശരി. മോളെ, നീ പൊയ്ക്കൂ, ഞാൻ എൻ്റെ മോനുമായി സംസാരിക്കട്ടെ. നിന്റെ പേപ്പറൊക്കെ ശരിയായോടാ? അതെ അച്ഛാ. നിനക്ക് 2 പെൺകുട്ടികളല്ലേ, അവരവരുടെ അമ്മയോടൊപ്പം ജീവിക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി. അതെ അച്ഛാ, ഇനി അവരുടെ പഠിപ്പൊക്കെ അവിടെ തന്നെയാണ്. എല്ലാ അച്ഛനമ്മമാരുടെ ലക്ഷ്യം അവരുടെ മക്കളുടെ പഠിപ്പും ഭാവിയുമാണ്. നിങ്ങളെടുത്ത തീരുമാനം ശരിയാണടാ, നീ വിഷമിക്കണ്ടടാ. എനിക്കിവിടെ പരമാനന്ദ സുഖം. നീ വാ. ഇതിവിടുത്തെ വെൽക്കം ഡ്രിങ്ക്. അത്യാവശ്യം പനിക്കും ചുമയ്ക്കും ഒക്കെ കൊള്ളാം. ചുക്ക് കാപ്പി എന്ന് പറയും. വാ. ഓർമ്മത്തഞ്ചാലകം താനെ തുറക്കുമ്പോൾ കാണുന്നു നമ്മുടെ ബാല്യകാലം. ഓർമ്മത്തഞ്ചാലകം താനെ തുറക്കുമ്പോൾ കാണുന്നു നമ്മുടെ ബാല്യകാലം. അമേരിക്കയിലൊക്കെ പോകുന്നവർക്ക് ഒരുപാട് നാൾ കഴിഞ്ഞേ അവധി കിട്ടത്തുള്ളൂ എന്നൊക്കെ കേട്ടിട്ടു. ഒരുപക്ഷെ നമ്മളിനി
താമസിച്ചേ? ഇന്ന് എന്റെ അച്ഛന്റെ ഓർമ്മ ദിവസമായിരുന്നു. ഞാനും എന്റെ അമ്മയും കൂടെ അമ്പലത്തിൽ പോയി. മാധവ, നീ എന്താ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത്? സ്വർഗത്തിലിരിക്കുന്ന എന്റെ അച്ഛനും നല്ലത് വരുത്തണേ, പിന്നെ എന്റെ അമ്മയ്ക്കും നല്ലത് വരുത്തണം. നീ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലേ? നിന്നെ എനിക്ക് കല്യാണം കഴിച്ചു തരുന്നേന്ന് പ്രാർത്ഥിച്ചു. ചെക്കൻ്റെ ഒരു പൂതി. എന്റെ പഠിച്ചോനെ, എന്തായാലും അങ്ങനെ ഫൈനൽ എക്സാം കഴിഞ്ഞു. ഇനി എന്താ ഹാജരബിയുടെ പ്ലാൻ? തുടർ പഠനം തന്നെ ആയിരിക്കും അല്ലേ? ഇല്ല മാധവ, എനിക്കിനി മുന്നോട്ട് പഠിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതെന്താ? പക്ഷെ എനിക്കങ്ങനല്ല. നിന്റെ വീട്ടിൽ എന്റെ രുക്മിണി അമ്മയ്ക്ക് പണിയുള്ളിടത്തോളം കാലം എന്റെ പഠിപ്പ് മുടങ്ങില്ല. എന്റെ ബാപ്പ പരീക്ഷ കഴിയാൻ കാത്തിരിക്കുക എന്റെ നിക്കാഹ് നടത്താൻ. ഇന്നലെ ഒരു കൂട്ടര് വന്നിരുന്നു. അതേതാണ്ട് ഉറപ്പിച്ച മട്ട. നീ നിക്കാ കഴിക്കടി. അപ്പൊ എനിക്കൊരു അളിയനും കിട്ടും, പിന്നെ ഒരു ബിരിയാണിയും കഴിക്കാം. ബിരിയാണി, അളിയൻ, അളിയൻ, ബിരിയാണി. നീ പോടാ. എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, നിന്നെ ഞാനെ കെട്ടാം. അയ്യടാ, അതിനെന്റെ വാപ്പ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ വാപ്പ സമ്മതിച്ചില്ലെങ്കിൽ രുക്മിണി അമ്മയുടെ ഏക മകൻ മാധവ് നമ്പ്യാർ ഹാജിറ മനസ്സിൽ കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ മകൾ ഹാജിറയുമായി ഒളിച്ചോടും. അർജുനെ, അത് നമ്മുടെ ഹാജിയാരുടെ മകൾ ഹാജിറയില്ലയോ? ഹാജിയാരുടെ വീട്ടിൽ അടുക്കളപ്പണിക്ക് നിൽക്കുന്ന ഉരുക്കുമണിയമ്മയുടെ മകൻ മാധവൻ. അത് ഹാജിയാരെ അറിയിച്ചിട്ട് തന്നെ കാര്യം. ആഹാ, ഇതാരെ ഇവിടെ കൊണ്ടുവച്ചേ? എന്നാ ഞാൻ പോട്ടെ ഹാജിറ. ഹാജിയാരെ, ഹാജിയാരെ, നിങ്ങളോട്ട് വരീൻ. നിങ്ങളുടെ മോളിലെ ഹാജിറ. ഓക്കെന്ത് പറ്റിയടാ? നിങ്ങൾ വെക്കം ഇങ്ങോട്ട് വരും ഹാജിയാരെ. അബൂബക്കറെ, ഇതൊന്നും നോക്കണം. വാ. രുക്മിണിയമ്മേ, നിങ്ങളിനി പൊയ്ക്കോ. നേരെ ഇരുട്ടി തുടങ്ങി. ദാ കുറച്ച് നെയ്ച്ചോറാ, മാധവനെ പെരുത്തിഷ്ടാ. എന്നാ ഞാൻ കാലത്ത് വരാം അമിന. ഹാജിയാരെ, അവനെ വെറുതെ വിടരുത്. നമ്മളെ കണ്ടതാന്നേ. ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ മാധവനെ ഞാൻ വെച്ചേക്കില്ല. മറിച്ചാണെങ്കിൽ നിന്റെ നാവിനെ എടുക്കും. എന്റെ ബദരിങ്ങളെ, എടി ആമിന, ഹാജിറ എവിടെയടി? അവൾ വന്നില്ല. ഇന്ന് അവൾക്ക് പരീക്ഷ തീരുന്ന ദിവസമല്ലേ? ഇല്ലടി, അവള് നമ്മളെ ചതിച്ച. ആ കള്ള ഹിമാർ മാധവനപ്പ അവള് ഒളിച്ചോടി പോയതാ. ഈ ജബ്ബാർ കണ്ടതാ. അവൻ ഈ ഭൂമിക്ക് മുകളിൽ ഞാൻ വെച്ചേക്കില്ല. ഞാൻ കേട്ടതാ. എടാ ജബ്ബാറെ, അവർ ഈ പഞ്ചായത്ത് വിട്ടുപോകാൻ പാടില്ല. നീ നമ്മുടെ മജീദിനെയും കാസിമിനെയും ജലാലിനെയും കൂട്ടി പോയി അന്വേഷിക്ക്. ശരി ഹാജിയാരെ, അത് നമ്മൾ ഏറ്റു. മാധവ, നീയും ആ ഹാജിയാരുടെ മോളും തമ്മിൽ എന്താ ബന്ധം? എന്തു പറ്റിയമ്മേ? നീയും ആ ഹാജിറയും കൂടി ഒളിച്ചോടി എന്ന് പറഞ്ഞ് ആ ഹാജിയാര് കലിയിളയെ നിൽക്കുക. ഇല്ലമ്മേ, ഞാനും ഹാജിറും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. നീ ഒന്നും പറയണ്ട. നിന്റെ അച്ഛനും എനിക്ക് നഷ്ടപ്പെട്ടു. നീ ഇവിടെ ഇല്ലാതാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ എങ്ങോട്ടെങ്കിലും ഒന്ന് പോ.
ഞാൻ എന്തിനു പോണം? ഞാനും ഹാജരും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല. രാഘവനമ്മാവന്റെ വീട്ടിലോട്ട് പോ. എടാ മാധവ, അവനിവിടെ ഉണ്ടടാ ജബ്ബാറേ. നിന്നോടാ വാതിൽ തുറക്കാൻ പറഞ്ഞേ. കാസിമേ ചവിട്ടി പൊളിക്കടാ അങ്ങോട്ട്. കാസിമേ ചവിട്ടേ പൊളിക്കാതെ. ഇവിടെ ഉണ്ടടാ. എവിടെടി നിന്റെ മോൻ? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? കാസിമേ തള്ള വടിയായെന്നാ തോന്നുന്നേ. ഒന്ന് നോക്കണ്ട, കത്തിച്ചേക്കാം. ആ വാ. രുക്മിണിയമ്മയുടെ വീടിനാരോ തീ വെച്ചു. ഒരുത്തൻ ഓടുന്നു. വിടലേ പിടിക്കടാ. എല്ലാം ആചാര് പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത്. അയ്യോ ആചാരെ എന്നെ കൊണ്ട് ജയിപ്പിച്ചത്. ആ ആചാരെ വിടരുത്, വിടരുത്. റബ്ബേ, വൈകിയതിന് ഉമ്മച്ചി വഴക്കു പറയുമായിരിക്കും. അതല്ലയോ ഞങ്ങളും കൂടെ വന്നത്. പാപ്പ, ഇന്നിവളുടെ പിറന്നാളായിരുന്നു. ഇവളുടെ ഇക്ക വന്നെന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഇക്ക പുറത്തുണ്ട്. വാ ഫാത്തിമ, ഞാൻ ഉമ്മയെ കാണിക്കാം. പടച്ചോനെ ചതിച്ചോ ജബ്ബാറേ? ജബ്ബാറിന് എന്ത് ഭയപ്പം കാണിച്ചെന്ന് ആർക്കറിയാം?